അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹറിന് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും വിശേഷിച്ചും സുന്നത്തുള്ള ഖൈലൂലത്ത് എന്ന് പറയുന്ന ആ ഒരു ഉറക്കിലാണ് ഉമർ റളിയല്ലാഹു അൻഹു കയറി ചെന്നു. നബി തങ്ങളുടെ പതിതാവസ്ഥ കണ്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു, ശബ്ദം ഉയർന്നു. നബി ഞെട്ടി ഉണർന്നു. മാ യുബ്കിക യാ ഉമർ, എന്തേ കരഞ്ഞു എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹിക്കാൻ പറ്റണില്ല, അങ്ങ് ലോകത്തിന്റെ നായകൻ, ലോകം സൃഷ്ടിക്കാൻ കാരണഭൂതർ. എന്നിട്ട് ഒരു ഈത്തപ്പനയുടെ ഓലയിൽ കിടക്കുന്നു. അങ്ങയുടെ പാർശ്വങ്ങളിൽ ഈത്തപ്പന ചിത്രം വരച്ചിരിക്കുന്നു. ആ ഓലയുടെ ഓരോ അടയാളവും അങ്ങയുടെ ഈ ശരീരത്തിൽ ഇതേ ആണ്ട് പൂണ്ട് കിടക്കുന്നു. ഞാൻ ആകെ പരിശോധിച്ചു. ഖസാന എന്ന് പറയുന്നുണ്ട്, ആ ഭാഗം ദീർഘമായ ഹദീസിന്റെ മുമ്പിലുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. ഇതേ ഇവിടുത്തെ ആകെ സ്വത്ത്, തൊലി ഉറക്കിടാൻ ഉപയോഗിക്കുന്ന രൂക്ഷ ഗുണമുള്ള ഏതാനും ഇലകളും ഒരു തോൽപാത്രത്തിൽ ഇത്തിരി വെള്ളവും മറ്റൊന്നും ഈ റൂമിലില്ല. ലോകത്തിന്റെ ചക്രവർത്തി കിടന്നുറങ്ങണം. സഹിക്കാൻ പറ്റിയില്ല, എനിക്ക് കരച്ചിൽ വന്നു. എന്നാലോ റോമിലേക്ക് നോക്കൂ, കൈസറിന്റെ കിസ്രയിലേക്ക് നോക്കൂ, അവരൊക്കെ എന്ത് അത്യാഡംബരത്തിലാണ് ജീവിക്കുന്നത്. മറുനാവിന് പറയുന്ന പ്രയോഗമുണ്ട്, അവര് ശരീരിൽ കിടക്കുന്നു, അങ്ങ് ഹസീറിൽ കിടക്കുന്നു, കട്ടിലിൽ പഞ്ചാമരം വീശാൻ പെണ്ണുങ്ങൾ, സുലഭമായി ഫുഡ്, എപ്പോഴും ജ്യൂസ് അടിച്ചു കൊടുക്കാനും കള്ളു കൊടുക്കാനും പരിചാരികമാർ. എന്തൊരു തറഫ്, എന്തൊരു ആവേശത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇത് ഓർത്തപ്പോൾ കരഞ്ഞുപോയി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, അമായ യഫീക യാ ഉമർ അന്ന ലഹുമുദ്ദുന്യ വലനൽ ആഖിറ. ഉമർ തങ്ങളെ, അവരുടെയൊക്കെ പ്രതാപവും സന്തോഷവും അവരുടെ ഈ അനുഭൂതികളും ഈ ദുന്യാവിൽ തന്നെ നശിച്ചു പോകുമെന്നതും നമ്മുടെ ജീവിതം തുടങ്ങുന്നത്, നമ്മുടെ ആനന്ദം, നമ്മുടെ സന്തോഷം, നമ്മുടെ വിഭവങ്ങൾ, നമ്മുടെ കട്ടിലുകൾ, നമ്മുടെ വെഞ്ചാമരങ്ങൾ, നമുക്കുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ഇതൊക്കെ തുടങ്ങുന്നത് ആഖിറത്തിലാണോ എന്നത് അങ്ങേക്ക് മതിയാകുന്നില്ലേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു. ആ പാഠശാലയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി ഉമർ ഫാറൂഖ് തങ്ങൾ ഇറങ്ങി. അങ്ങനെ തന്നെ ജീവിച്ചു. ഒരു ഈത്തപ്പനയുടെ കുഞ്ഞു നേലിൽ മണല് കപ്പ നിർമ്മിക്കാൻ വേണ്ടി തറയുണ്ടാക്കുന്നത് പോലെ കൂട്ടിയിട്ട് അതിന്റെ മുകൾ ഭാഗം ഒന്നുകൊണ്ട് ഞെക്കിപ്പരത്തി അതുമ്മ തല വെച്ച് ഉമർ ഫാറൂഖ് തങ്ങൾ മനോഹരമായി ഉറങ്ങി.